ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. എലിമിനേഷനിലും എക്സ്ട്രാ വരുന്ന ജഡ്ജസിൻ്റെ കാര്യത്തിലും അതുപോലെ ഇൻട്രോ സോങ്ങിലും എല്ലാം അടിമുടി വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. എന്തൊക്കെയാണ് ആ ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാ ദിവസവും 3 ജഡ്ജസിനെ കൂടാതെ 2 എക്സ്ട്രാ ജഡ്ജസ് വരാറുണ്ടായിരുന്നു. ഈ എപ്പിസോഡിൽ എക്സ്ട്രാ ജഡ്ജസ് ഇല്ല. ഈ എക്സ്ട്രാ ജഡ്ജസ് എന്തിനാണ് വരുന്നതെന്ന് ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ എക്സ്ട്രാ വരുന്ന ജഡ്ജസ് എലിമിനേഷനുമായി ബന്ധപ്പെട്ടാണ് വരാറുള്ളത്. ഇത്തവണ എലിമിനേഷൻ ഇല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ബാക്കിയുള്ള ഈ 12 പേരെ കുറച്ച് സ്ലോ പ്രൊസീജിയറിലൂടെ കൂടിയായിരിക്കും എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ആണ്. യൂസർ വോട്ടിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, മെയിൻ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻട്രോ സോങ്ങിൽ സാധാരണ റെനീഷ മാത്രമാണ് ഇൻട്രോ സോങ് ചെയ്യാറുള്ളത്. ഇത്തവണ ഈ 12 പേർക്കും ബിൽഡപ്പ് എല്ലാം കൊടുത്ത് പുതിയ 12 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അവരെ വെച്ചുകൊണ്ടാണ് ഈ ഇൻട്രോ സോങ് ഇത്തവണ ചെയ്തത്. അവരെ എല്ലാവരെയും ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് വളരെയധികം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മത്സരം കടുക്കുന്നു, ഒപ്പം ഫാൻസ് ഗ്രൂപ്പുകളും ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ആളുകൾക്കും ഫാൻസ് ഗ്രൂപ്പുകളെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു. അത് കോർഡിനേറ്റ് ചെയ്ത് വോട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട്. PR ഗ്രൂപ്പും സജീവമായിരിക്കുന്നു. അഗ്നിപരീക്ഷ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ബിഗ് ബോസ് ഫാൻസായ നിങ്ങളെല്ലാവരും അഗ്നിപരീക്ഷയും ഏറ്റെടുത്തു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.